എല്ലാവർക്കും കണ്ണൂർ മഹാത്മാ ഓൺലൈൻ പ്രഭാത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ മോഹനൻ കെ എൻ, മഹാത്മാ പ്രിൻസിപ്പളും സാരണ ഗുരുനാഥൻ സ്റ്റഡി നോട്ട് എഡിറ്ററും. കഴിഞ്ഞ ദിവസം താളുകൾ മറിക്കുമ്പോൾ എന്ന ഭാഗത്ത് നമ്മൾ പ്രഭാത ക്ലാസ്സിൽ വിപ്ലവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് സാധാരണ വിശേഷണങ്ങളാണ് വിപ്ലവങ്ങൾ. ഹരിത വിപ്ലവം എന്താണെന്ന് നമുക്കറിയാം. ആരാണിത് കൊണ്ടുവന്നത്, അതിൻ്റെ പിതാവ് ആരാണെന്ന് വീണ്ടും പറയുന്നില്ല. ധവള വിപ്ലവം ഇന്നലെ നമ്മൾ പറഞ്ഞു. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്ന വർഗീസ് കുര്യനെയാണ്. NDDB ഓർമ്മിക്കുക. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിന്റെ സ്റ്റേജസ്, അതിന് പുറമെ നമ്മളെ GKന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും വരാറുള്ള മറ്റു വിപ്ലവങ്ങൾ ഏതെല്ലാം നോക്കുക. ഹരിത വിപ്ലവം, ഗ്രീൻ റവല്യൂഷൻ, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കലാണ്. അതിൽ വരുന്നൊരു ടേമാണ് HY, ഹൈ യീൽഡിങ് വെറൈറ്റി സീഡ്സ്. അതുപോലെ തന്നെ ഫാം മെക്കനൈസേഷൻ, രാസവളത്തിന്റെ പ്രയോഗം, അല്ല വളം കൂടുതലായിട്ട്, മോർ മാനുവറിങ്. ദി ബെറ്റർ സീഡ്സ്, ബെറ്റർ ഇംപ്ലിമെന്റ്സ്, മോർ മാനുവറിങ്. ഓക്കെ. ധവള വിപ്ലവം ഇന്നലെ നമ്മൾ പറഞ്ഞു. വൈറ്റ് റവല്യൂഷനാണ്, പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് അതിന്റെ ഉദ്ദേശം. എന്നാൽ യെല്ലോ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ റവല്യൂഷൻ, മഞ്ഞ വിപ്ലവം ഓർമ്മിക്കുക. അറിയാത്തവരിനെ കുറിച്ച് വെക്കുക. യെല്ലോ, നമ്മൾ അടുക്കലെല്ലാം യെല്ലോ കളറുള്ള ലിക്വിഡ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ എണ്ണക്കുരു ഉൽപാദനമാണ്. അതിൽ നിന്നാണ് ഓയിൽ സീഡ്സ് ഉണ്ടാക്കുന്നത്. മഞ്ഞ വിപ്ലവം എന്ന് പറഞ്ഞാൽ എണ്ണക്കുരു ഉൽപാദനം, യെല്ലോ റവല്യൂഷൻ. എന്നാൽ രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? രജത വിപ്ലവം എന്ന് പറഞ്ഞാൽ മുട്ട ഉൽപാദനമാണ്, മുട്ട ഉൽപാദനം. എന്നാൽ വൈറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയൂ. വൈറ്റ് റവല്യൂഷൻ, ബ്രൗൺ റവല്യൂഷൻ. ബ്രൗൺ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രൗൺ, തുകൽ ഉൽപാദനമാണ്. അതുപോലെ തന്നെ ബ്രൗൺ കളറിലാണ് രാസവളം വരുന്നത്. അതുകൊണ്ട് രാസവളങ്ങളുടെ ഉൽപാദനമാണ്. നമ്മൾ കൂട്ടുവളമെല്ലാം ബ്രൗൺ അല്ലേ? അതുപോലെ തന്നെ തുകൽ, അതിന്റെ കളറും ബ്രൗൺ ആണ്. അതുകൊണ്ട് ബ്രൗൺ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തുകൽ ഉൽപാദനത്തിനും പറയും, രാസവളങ്ങളുടെ ഉൽപാദനവും പറയും. എന്നാൽ ബ്ലൂ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നീല വിപ്ലവം. നീല എന്തിന്റെ നിറമാണ്? കടലിന്റെ, അല്ലേ? അതുകൊണ്ട് കടലിലെ വിപ്ലവം എന്താണ്? ബ്ലൂ റവല്യൂഷൻ, മത്സ്യ ഉൽപാദനം വർദ്ധിപ്പിക്കുക, ബ്ലൂ റവല്യൂഷൻ. ഗ്രേ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേ കളറ്, നമ്മൾ ഓടിന്റെ നിറമാണ് ഗ്രേ. അതുകൊണ്ട് ഭവന നിർമ്മാണവും വളത്തിന്റെ ഉൽപാദനത്തിനും ഗ്രേ റവല്യൂഷൻ എന്ന് പറയും. ഭവന നിർമ്മാണം, വളങ്ങളുടെ ഉൽപാദനം, ഗ്രേ റവല്യൂഷൻ. പിങ്ക് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പിങ്ക് മരുന്ന് ഉൽപാദനമാണ്. അതുപോലെ തന്നെ ചെമ്മീൻ ഉൽപാദനത്തിനും പിങ്ക് റവല്യൂഷൻ എന്ന് പറയും. മരുന്ന് ഉൽപാദനം, ചെമ്മീൻ ഉൽപാദനം. ബ്ലാക്ക് റവല്യൂഷനിലെ കറുത്ത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ബ്ലാക്ക് റവല്യൂഷൻ, കറുത്ത വിപ്ലവം. കറുത്ത വിപ്ലവം എന്ന് പറഞ്ഞാൽ പെട്രോളിയം ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ്, അല്ലെ? കറുപ്പ് കളറിലാണ് പെട്രോളിയം വരുന്നത്, പെട്രോളിയം ക്രൂഡ് ഓയിൽ. പെട്രോളിയം ഉൽപാദനം വർദ്ധിപ്പിക്കൽ, കറുത്ത വിപ്ലവം. എന്നാൽ റെഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണമാണ്. മറ്റേത് റഷ്യൻ റവല്യൂഷൻ വരുമ്പോൾ അത് 1917. പിന്നെ ചൈനീസ് വിപ്ലവം, അതെല്ലാം ഇയറെല്ലാം ഓർമ്മിച്ച് വെക്കുക. ചുവപ്പ് വിപ്ലവം എന്ന് ഇവിടെ പറയുന്നത് നമ്മളെ ഈ ടേം ഏത് വസ്തുക്കളുടെ കൂടുതൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് ചുവപ്പ് വിപ്ലവം എന്ന് പറയുന്നത്. അത് മാംസം, തക്കാളി ഉൽപാദനത്തിന് പറയും. രണ്ട് റെഡ് കളർ ആയതുകൊണ്ടാണത്. റെഡ് മീറ്റ് എന്ന് പറയുന്നില്ലേ? മാംസം, അതുപോലെ തന്നെ തക്കാളിയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് ചുവപ്പ് വിപ്ലവം എന്ന് പറയും. സ്വർണ്ണ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർണ്ണ കളർ ഓർമ്മിക്കുക. തേന്, പഴം, പച്ചക്കറി ഉൽപാദനത്തിന് സ്വർണ്ണ വിപ്ലവം എന്ന് പറയും. സ്വർണ്ണ വിപ്ലവം. മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? കാർഷിക മേഖലയുടെ മൊത്തത്തിലുള്ള ഉൽപാദന വർധനമാണ്, അല്ലെ? മഴയുടെ പ്രതീകമാണ് മഴവിൽ. കാർഷിക മേഖലയുടെ മൊത്തത്തിലുള്ള ഉൽപാദന വർധനവിനാണ് മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത്. എന്നാൽ സിൽവർ റവല്യൂഷൻ എന്ന് പറഞ്ഞത് എന്താണ്? സിൽവർ വിപ്ലവം, ഫൈബർ വിപ്ലവം, അല്ലെ? പരുത്തി ഉൽപാദനത്തിന് പറയും. ഫൈബർ, നാര് ഉൽപാദിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പരുത്തി ഉൽപാദനത്തിനും സിൽവർ റവല്യൂഷൻ എന്ന് പറയും. ചിലപ്പോൾ ചോദിക്കാറുണ്ട്, അതിൽ നോക്കാം. വളരെ എളുപ്പത്തിൽ മാർക്ക് കിട്ടുന്ന ഭാഗമാണ്. ഇന്ന് നമുക്ക് കൊട്ടേഷൻസും ചില ഭാഗങ്ങൾ താളുകൾ മറിക്കുമ്പോൾ നമ്മൾ സാധാരണ ഗുരുനാഥൻ 67 2 പേജിലിട്ടതാണ്. ഇതിൽ നിന്നൊരു ചോദ്യം എപ്പോഴും വരുന്ന കാണുന്നുണ്ട്. അത് ഞാൻ പറയും, അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കുക. ആയല്ലോ സമയം, പരീക്ഷ മുന്നിലെത്തിയില്ലേ? അതുപോലെ തന്നെ പരീക്ഷയുടെ കാര്യം പറയാൻ നമ്മളെ വെള്ളിയാഴ്ച മോഡൽ എക്സാം നടക്കും 2 ഗ്രൂപ്പിനും, രാവിലത്തെ ഗ്രൂപ്പിനും അതുപോലെ തന്നെ ഈവനിങ്ങിലെ ഗ്രൂപ്പിനും. ശനിയാഴ്ച പരീക്ഷയുടെ തലേ ദിവസം ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല.
ഞായറാഴ്ച പരീക്ഷ ആയതുകൊണ്ട് ക്ലാസ് ഉണ്ടാവില്ല. തിങ്കളാഴ്ച ക്ലാസ് പുനരാരംഭിക്കുകയാണ്. അത് ആദ്യം മുതലാണ്, പുതിയ ബാച്ചായിട്ടാണ്. അങ്ങനെ നമ്മളെ ഓൺലൈനിലുള്ള വിദ്യാർത്ഥികളെ തുടരുന്നുണ്ടെങ്കിൽ അത് സുധീന ആ കാര്യം അറിയിക്കുക. അത് പുതുതായിട്ട് എൻറോൾ ചെയ്ത് പുതിയ ഗ്രൂപ്പാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ആദ്യ ഇൻസ്റ്റാൾമെന്റ് 2000 രൂപ അടച്ച് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുക. എന്തുകൊണ്ടാ വെച്ചാൽ 100 പേരെ മാത്രമേ നമ്മൾ അതിൽ പെട്ടെന്ന് പെടുത്തുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മോർണിംഗ് ബാച്ച് തിങ്കളാഴ്ച മുതൽ ഉണ്ടാവില്ല. അതും ഈവനിങ്ങിൽ 7:30 ബാച്ചിലേക്ക് ഇതാണ് വരിക. ഒറ്റ ബാച്ചേ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളെ റെഗുലർ ക്ലാസ് എല്ലാവരുടെയും തുടങ്ങുന്ന ടീച്ചേഴ്സിന്റെ പ്രശ്നമുണ്ട്, എല്ലാം വരുന്നതുകൊണ്ട് നമ്മൾ ഒറ്റ ബാച്ചായിട്ടാണ് അത് വരുന്നത്, 7:30 ബാച്ച്. അന്നേരം മോർണിംഗ് ബാച്ചിലും അവരും പൈസ അടച്ചു കഴിഞ്ഞാൽ അപ്പുറം ഈവനിങ് ബാച്ചിലേക്കാണ് വരിക. അത് ഓർമ്മിക്കുക. പുതിയ ആൾക്കാരാണെങ്കിൽ ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് അടക്കേണ്ടത് 4000 മൊത്തം. അതിൽ 3000 ആദ്യം അടക്കുക, 1000 പിന്നീട് ടേം വെച്ചിട്ട് അടക്കുക 2 മാസം കഴിഞ്ഞാൽ. പഴയ വിദ്യാർത്ഥികളെ 3000 2000 ഇപ്പം അടക്കുക, 1000 2 മാസം കഴിഞ്ഞാൽ അടക്കുക. റെഗുലറിന്റെ നിങ്ങൾക്ക് അറിയാലോ, റെഗുലർ 7000 4000 ആദ്യം അടക്കുക, 3000 2 മാസം കഴിഞ്ഞാൽ അടക്കുക. അതിൽ റെഗുലർ നല്ല രീതിയിലുള്ള അഡ്മിഷനാണ് കാണുന്നത്. അതുപോലെ നമ്മൾ ഓൺലൈൻ പെട്ടെന്ന് റെഡിയാവും. അത് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ 100-ലധികം കുട്ടികൾ അതിൽ വരും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ എന്താ വേണ്ടതെന്ന് അന്നേരം ആലോചിക്കുക, വേറെ ബാച്ച് വേണോ, ആ കാര്യങ്ങളെല്ലാം നോക്കാം. അന്നേരം പരീക്ഷയ്ക്ക് ഒരുങ്ങുക, ഉഷാറാവുക. അന്നേരം കൊട്ടേഷനിലേക്ക് വരുമ്പോൾ നോക്കുക. അവിടെ അതുപോലെ തന്നെ ഈ വെള്ളിയാഴ്ച നടക്കുന്ന പരീക്ഷ നിങ്ങൾ സിൻസിയറായിട്ട് വീട്ടിൽ നിന്ന് എഴുതണം, കോപ്പിയൊന്നും അടിക്കാതെ ആ സമയത്തിൻ്റെ ഉള്ളിൽ, അല്ലേ? പിന്നെ 2 മണിക്കൂർ ആ സമയമാണെങ്കിൽ ആ സമയത്തിൻ്റെ ഉള്ളിൽ എഴുതുക. എന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് പിന്നെ നോക്കിയിട്ട് അത് ശ്രുതിക്ക് അയച്ചു കൊടുക്കണം. ആ മാർക്ക് നിങ്ങൾക്ക് കിട്ടി, നിങ്ങളെ ഒരു ഇവാലുവേഷനും കൂടിയാണ്. അതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം ഡെവലപ്പ് ചെയ്ത് പോകാൻ പറ്റും, അതാണ് നോക്കുന്നത്. കൊട്ടേഷൻ നോക്കാം, ഞാൻ പറയും, അത് നേരം നിങ്ങൾ ആൻസർ ചെയ്യാം. ഇൻ സീക്കിംഗ് ദ ഗുഡ് ഓഫ് അതേഴ്സ് വി ഫൈൻഡ് അവർ ഓൺ. പറഞ്ഞതാരാണ്? അത് ചിന്തകനായ പ്ലാറ്റോ ആണ്. മെൻ ബൈ ബർത്ത് ഈസ് നൈദർ ടു ഗുഡ് നോർ ടു ബാഡ്. ഇറ്റ് ഈസ് ദ സർക്കംസ്റ്റൻസസ് ദാറ്റ് മേക്ക് ഹിം ഗുഡ് ഓർ ബാഡ്. പറഞ്ഞതാരാണ്? സർക്കംസ്റ്റൻസസ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആരാണ്? റോബർട്ട് ഓവനാണ്. റോബർട്ട് ഓവനെ സാരണത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. ഇന്ത്യയിലല്ല, ലോകത്തിൽ. ഇന്ത്യയിലെ സാരണത്തിന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ ആണ്. റോബർട്ട് ഓവന്റെ സിദ്ധാന്തങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളെ സാധാരണ ഗുരുനാഥൻ 1-ലുണ്ട്. റോബിൻസർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ജനിച്ച വർഷം, അയാളുടെ ഓരോ സ്റ്റേജസ്, അയാൾ ആദ്യം പണിയെടുത്ത മില്ല്, പിന്നീട് അയാളുടെ പ്രസിദ്ധീകരണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വെക്കുക. അയാൾ പരാജയപ്പെടാനുള്ള കാരണം, അയാളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ, അതെല്ലാം ഒക്കെ പഠിച്ചു വെക്കുക. റോബർട്ട് ഓവൻ. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ആരാണ് പറഞ്ഞത്? അതെല്ലാം നിങ്ങൾ പഠിച്ച പാകമായവരാണ് 80%. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം. ഓൾ ഫോർ ഈച്ച് ആൻഡ് ഈച്ച് ഫോർ ഓൾ പറഞ്ഞത് റൈഫേഴ്സിനാണ്. എവിടത്തുകാരനാണ്? ജർമ്മൻകാരനാണ്. ജർമ്മനിലെ ആദ്യത്തെ അഗ്രികൾച്ചർ സൊസൈറ്റീസ് വരുന്നത് റൂറൽ ഓറിയന്റൽ, അല്ലേ? ഗ്രാമീണ മേഖലയിലെ സംവിധാനം കൊണ്ടുവന്ന അദ്ദേഹമാണ്. അതുകൊണ്ടാണ് ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ടിൽ പറഞ്ഞത് നമുക്ക് വേണ്ടത് റൈഫേഴ്സൺ മോഡലാണ്. അടുത്തത്, കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് ഇഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ, അല്ലേ? പറഞ്ഞത് ആരാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഹൊറൈസ് പ്ലങ്കറ്റ്. കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ് ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. പറഞ്ഞതാരാണ്? ഏത് കമ്മിറ്റി റിപ്പോർട്ടിലാണ്? എ.ഡി. ഗോർവാലിയാണ്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. പ്രാധാന്യം എന്താണ്? സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം വന്ന ആദ്യത്തെ കമ്മിറ്റിയാണ്. അതിൽ 14 ശുപാർശ ഉണ്ടായിരുന്നു. എല്ലാ ശുപാർശയും നെഹ്റു അംഗീകരിച്ചു. ഒന്ന് തെറ്റിപ്പോയത് ഏതാണ്? ലാർജ് സൈസ്ഡ് സൊസൈറ്റി ഉണ്ടാക്കാൻ പറഞ്ഞത്. സ്റ്റേറ്റ് ബാങ്ക് നിലവിൽ വന്നത് ഏത് കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്? ആദ്യ ഗോർവാല കമ്മിറ്റി ശുപാർശ പ്രകാരമാണ്. ഏത് വർഷമാണ് വന്നത്? 1955. ഗോർവാല കമ്മിറ്റിയുടെ പീരീഡ് 1951 മുതൽ 54 വരെ. 54-ലാണ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ നോക്കി വെക്കുക. ഗോർവാല കമ്മിറ്റി, അതിൽ നിന്ന് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ കൊട്ടേഷനിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും. മാനേജ്മെന്റ് ഈസ് ദ സ്പെസിഫിക് ആൻഡ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ ഓർഗനൈസേഷൻസ്. പറഞ്ഞത് ആരാണ്? മാനേജ്മെന്റ് ഈസ് ദി സ്പെസിഫിക് ആൻഡ് ഡിസ്റ്റിംഗ്വിഷിംഗ് ഓർഗനൈസേഷൻ ഓഫ് ഓൾ ഓർഗനൈസേഷൻ, അല്ലേ? അത് പറഞ്ഞത് ആരാണ്? നമ്മളെ പ്രമുഖ മാനേജ്മെന്റ് വിദഗ്ധനാണ്, പീറ്റർ ഡക്കർ ആണ് ഇത് പറഞ്ഞത്. ഐ വിൽ നോട്ട് മെഷർ ദ സക്സസ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്
by the number of societies formed, but by the moral conditions of the member. ധാർമ്മികതയാണ് ഞാൻ ഊന്നൽ കൊടുക്കുന്നത്, അല്ലാതെ എത്ര സംഘമുണ്ട് എത്ര മെമ്പർ ഉണ്ട് എന്നുള്ളതല്ല. ആ ഒരു സഹകരണ സംഘത്തിന്റെ വികാസത്തെ, സക്സസിനെ ഞാൻ കണക്കാക്കുന്നത്. ഇത് പറഞ്ഞത് ആരാവും മോറൽ കണ്ടീഷൻ പറഞ്ഞത്? ധാർമ്മികതയിലൂടെ, മോറൽ സ്ട്രഗിളിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്ത ആരാണ്? മഹാത്മാഗാന്ധിയാണ്, അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോറൽ സ്ട്രഗിളാണ് നമ്മളെ സത്യാഗ്രഹ, അല്ലെ? നിരാഹാരം അല്ല, ആ മോറൽ സ്ട്രഗിളാണ്. അതുകൊണ്ട് ഞാൻ സഹകരണത്തിന്റെ വികസനത്തെ കുറിച്ച്, അത് വികസിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് എന്തിലൂടെ മാത്രമാണ്? അതിലുള്ള മെമ്പേഴ്സിന്റെ മോറൽ കണ്ടീഷന്റെ വികസനമാണ്. അവർ സെൽഫിഷ് ആണെങ്കിൽ ധാരാളം സൊസൈറ്റി ഉണ്ടായിട്ടും കാര്യമില്ല. ഓക്കെ, ഇത് മഹാത്മാഗാന്ധിയാണ് പറഞ്ഞത്. All our enthusiasm in the world will not be enough unless we have trained cooperators. പറഞ്ഞതാരാണ്? ജവഹർലാൽ നെഹ്റു, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തിന്റെ പ്രമുഖ സഹായിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 14 മുതൽ നവംബർ 14 മുതൽ 20 വരെ നമ്മൾ സഹകരണ വാരം ഇന്ത്യ മുഴുവൻ കൊണ്ടാടുന്നു. സഹകരണ വാരം ചോദിക്കും. അടുത്തത്, it is wrong in accepting all of the recommendations of the Rural Culture Survey Committee, but some. ആരാണ് പറഞ്ഞത്? നെഹ്റു ആണ് പറഞ്ഞത്. ഏതിനെ? ഗോർവാല കമ്മിറ്റിയുടെ എല്ലാം എടുത്തത് ശരിയായില്ല, ഒന്ന് തെറ്റിപ്പോയി. ഏതാണ് തെറ്റിയത്? ലാർജ് സൈസ് സൊസൈറ്റി രൂപീകരിക്കുക. എന്നിട്ട് NDCയിൽ അദ്ദേഹം അത് പറഞ്ഞു 1958. ഇങ്ങനെയാണ് 1958 മുതൽ നമ്മുടെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. ഓക്കെ, മൈ ഔട്ട്ലുക്ക് ഈസ് ടു convulse India with cooperative movement, or rather with cooperation to make, broadly speaking, the basic activity of India. My outlook is to convulse India with cooperative movement. അല്ലേ? എൻ്റെ ഏറ്റവും പ്രാധാന്യം, ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ ഇതിലൂടെ ഇന്ത്യയെ ശക്തിപ്പെടുത്തലാണ്. ഇത് പറഞ്ഞ ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, I know of no other instrument so potentially powerful of social purpose as the cooperative movement. It helps people help themselves. ഇത് പറഞ്ഞ ആരാണ്? ഇത് നെഹ്റുവിന്റെ മകള് ഇന്ദിരാഗാന്ധിയാണ്, ഇന്ത്യൻ ഫോർമർ പ്രൈം മിനിസ്റ്റർ, അയൺ ലേഡി ഓഫ് ഇന്ത്യ, ഇന്ദിരാഗാന്ധി. ഓക്കെ, I know of no other instrument so potentially powerful of the social purpose as the cooperative movement. അല്ലേ? സഹകരണ പ്രസ്ഥാനത്തെ പോലെ ഒരു സാമൂഹിക കാര്യം നിറവേറ്റുന്നതിന് കരുത്തുറ്റ മറ്റൊരു കാര്യവുമില്ല. അത് സെൽഫ് ഹെൽപ്പ് ആൻഡ് ഹെൽപ്പ് ദംസെൽസ് ആണ്, അല്ലേ? അത് ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ അപ്പം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രവർത്തന മികവിന് 1ാം സ്ഥാനം കിട്ടിയത് ബാങ്ക് കരൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അവരിപ്പോൾ 7% വലിയ ലാഭം എടുക്കാതെ സൈക്കിളിന് ലോൺ കൊടുക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, അത് എപ്പോഴും ഞാൻ എടുത്ത് പറയുന്ന വലിയൊരു ബിഗിനിങ് ആണ്, അല്ലേ? സൈക്കിള് നമ്മളെ ആഗോള താപനം ഒഴിവാകും, പെട്രോളിയത്തിന്റെ പ്രോബ്ലം നമുക്ക് ഒഴിവാകും, നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് വർദ്ധിക്കും, നമ്മുടെ ആക്ടിവിറ്റി വർദ്ധിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആവും, രാവിലത്തെ ഒരു എക്സസൈസായി മാറും, നമ്മളൊരു സ്റ്റാർട്ടപ്പ് ആയിരിക്കും അത്, അല്ലേ? ഒരു ജീവിതത്തിൽ സ്റ്റാർട്ടപ്പ് ആയിരിക്കും. അന്നേരം അതിനുള്ള അവർ കണ്ടെത്തിയിട്ട് എങ്ങനെ ഒരു സ്കീം കൊണ്ടുവരികയാണ്. അതാണ് ഇന്ദിരാഗാന്ധിയും പറഞ്ഞത്, ഐ നോ ഓഫ് നോ അതർ ഇൻസ്ട്രുമെന്റ് സോ പൊട്ടൻഷ്യലി പവർഫുൾ, അല്ലേ? അത്രമാത്രം സോഷ്യൽ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് ഇത്രമാത്രം കരുത്തുറ്റ ഒരു സംവിധാനം വേറെ ഇല്ല എന്ന് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. ഓക്കെ, കോർപ്പറേഷൻസ് ആർ ഇൻഡിസ്പെൻസിബിൾ ഇൻസ്ട്രുമെന്റ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. അതും ഇന്ദിരാഗാന്ധിയാണ്, അല്ലേ? ഇന്ദിരാഗാന്ധി പറഞ്ഞാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സഹകരണം. ഇന്ദിരാഗാന്ധി. കോർപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് ദ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് പോളിസി. ഇത് പറഞ്ഞ ആരാണ്? ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം ഗവൺമെന്റ് പോളിസിയുടെ ഒരു ക്രിയേഷനാണ്. ദ കോർപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് ദ റിസൾട്ട്. അത് പറഞ്ഞത് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനവും ബ്രിട്ടനിലെ സഹകരണ പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ചിലപ്പോൾ വൈവക്കെല്ലാം ചോദിക്കും. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം വൈവ് ഇന്റർവ്യൂവിനെല്ലാം ചോദിക്കാം. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ്, ക്രിയേറ്റ് ചെയ്താണ്. ബ്രിട്ടനിലെ സഹകരണ പ്രസ്ഥാനം ഫോംഡ് ബൈ ദ പീപ്പിൾ ആണ്. വ്യത്യാസം മനസ്സിലായില്ല? ഇവോൾവ് ആണ്, ജനങ്ങളുടെ ദുരിതത്തിൽ നിന്നും അവരുണ്ടാക്കുന്നതാണ്. അവിടെ നിന്ന് ഒരു ചോദ്യം ബോർഡിന് ചോദിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാൽ പ്രാക്ടീസ് ഓർ സഫറിങ്സ്
ക്രിയേറ്റഡ് ബൈ ക്യാപിറ്റലിസം ബൈ ഡാഷ് എന്നാ ചോദിച്ചത്. മുതലാളിത്തത്തിന്റെ ദുരിതത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് സഹകരണം അല്ലേ? റോച്ചഡേൽ പൈനിയേഴ്സ് അവിടുന്ന് ആരംഭിക്കുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ അത് ഗവൺമെന്റ് ഉണ്ടാക്കുകയാണ്. അറിയാലോ നിങ്ങൾക്ക്. ഓക്കെ, അത് പറഞ്ഞത് ആസ് എ റിസൾട്ട് ഓഫ് ഗവൺമെന്റ് പോളിസിയാണ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞത് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. കോർപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ ഇൻസ്ട്രുമെന്റ്, അതും ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഒരു സർവ്വദേശീയ, ലോകത്തിലെ എല്ലാ ഭാഗത്തും സ്പോണ്ടേനിയസ് ആയി ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് സഹകരണ പ്രസ്ഥാനം. അതും പ്ലങ്കറ്റ് പറഞ്ഞാണ്. ഓവൻ ഡിഡ് നോട്ട് ഇൻവെന്റ് എ കോർപ്പറേഷൻ ബട്ട് ഹി വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്. ഇത് പറഞ്ഞതാരാണ്? C.R. Fay. ഏത് പുസ്തകത്തിലാണ്? കോർപ്പറേഷൻ അറ്റ് ഹോം ആൻഡ് അബ്രോഡ്. The collective farming in Russia are not only the result of the communist theory, but of the child of necessity. The collective farming in Russia are not only the result of communist theory, but of the child of necessity. ഇത് ആവശ്യത്തിന്റെ അനിവാര്യതയാണ്. അവിടെ സോവിയറ്റ് റഷ്യയിലെ വിപ്ലവമായാലും വിപ്ലവത്തിന് ശേഷം വന്ന കളക്റ്റീവ് ഫാമിങ്ങും ഇതും പറഞ്ഞത് C.R. Fay ആണ്. C.R. Fay ആണ്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് പറഞ്ഞത് റോബർട്ട് ഓവൻ ആണ്. ചോദിച്ചിട്ടുണ്ട്. നോ കോമ്പറ്റീഷൻ, നോ മണി, നോ പ്രോഫിറ്റ് അല്ലേ? ഇതെല്ലാം കണ്ടെത്തിയോണ്ടാണ് അദ്ദേഹത്തിന് സഹകരണത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നത് നമ്മളെ. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഫെഡറിക് നിക്കോൾസൺ റിപ്പോർട്ടിലാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിക്കോൾസൺ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ചോയ്സ് നോക്കിയെടുക്കണം, സംശയം വരണ്ട. ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് ചോയ്സിൽ നിക്കോൾസൺ മെക്ലഗാൻ കമ്മിറ്റിയിലുണ്ട്, മെക്ലഗാൻ കമ്മിറ്റി എടുക്കണം. അത് ഇല്ല ഫെഡറിക് നിക്കോൾസൺ അതിലുള്ളൂ എങ്കിൽ ഫെഡറിക് നിക്കോൾസൺ എടുക്കണം. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ക്രിയേറ്റ് കോപ്പറേറ്റീവ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് നിക്കോൾസൺ റിപ്പോർട്ട് സഹകരണത്തെ കുറിച്ച് പഠിച്ചു വന്ന ഒരു റിപ്പോർട്ടാണ് അല്ലേ? ആ റിപ്പോർട്ടിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടത് സഹകരണം. സഹകാരികളെ ആദ്യം സൃഷ്ടിക്കണം. പക്ഷേ മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ടിലാണ് കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ആദ്യം സഹകാരികളെ സൃഷ്ടിക്കൂ, പിന്നീട് സഹകരണ സംഘങ്ങൾ. അതുകൊണ്ട് കറക്റ്റായിട്ട് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് മെക്ലഗാൻ കമ്മിറ്റി റിപ്പോർട്ട്. ഓക്കെ, കോർപ്പറേഷൻ ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു കമ്മ്യൂണിസം അല്ലേ? മുതലാളിത്തത്തിൽ നിന്നും കമ്മ്യൂണിസത്തിലുള്ള ട്രാൻസ്ഫോമിനെ സഹായിച്ചത് ദി കോർപ്പറേഷൻ ആണ്. ഇറ്റ് ഇസ് എ വയാ മീഡിയ, മധ്യമ മാർഗമാണ്. അത് പറഞ്ഞത് ലെനിനാണ്. ഓക്കെ, ഓൺലി മെൻ ഓഫ് നോളജ് കുഡ് ബിക്കം എ മാൻ ഓഫ് ബിസിനസ്. അറിവുള്ളവന് മാത്രമേ മാൻ ഓഫ് ബിസിനസ് വിജയിക്കൂ പറയുന്നത് വില്യം കിങ് ആണ്. വില്യം കിങ്. അതുകൊണ്ടാണ് റോബർട്ട് ഓവൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് വില്യം കിങ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ വില്യം കിങ്, അദ്ദേഹത്തിന്റെ ഫോളോവറും കൂടിയാണ് പറഞ്ഞത് ദി കോപ്പറേറ്റർ എന്നുള്ള പ്രസിദ്ധീകരണം വില്യം കിങ്ങിലെ കൊണ്ടുവരുന്നത്. പിന്നെ കോപ്പറേറ്റർ അന്നേരം അതിൽ വില്യം കിങ് പറഞ്ഞാണ് ഓൺലി മാൻ ഓഫ് നോളജ്, അറിവുള്ളവനെ ബിസിനസ് വിജയിക്കും. ആ ബിസിനസ്സിലുള്ള അറിവ് അല്ലെ പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെട്ടു പോകും. അത് റോച്ചഡേൽ പൈനേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് അവരെ 8 തത്വങ്ങൾ അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, the cooperatives are the only organization in the capitalist system which are good. They should be preserved in their entity at any cost. ലെനിൻ പറഞ്ഞതാണ്. അടുത്ത, കോർപ്പറേഷൻ ഈസ് ദി സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ് പറഞ്ഞത് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. എപ്പോഴും ചോദിക്കുന്നതാണ്, ബോർഡ് എക്സാം ജൂലൈ 21 ചോദിച്ചാണ്. കോർപ്പറേഷൻ ഈസ് ദി സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഫോർ ബെറ്റർ ഫാമിംഗ്, ബെറ്റർ ബിസിനസ് ആൻഡ് ബെറ്റർ ലിവിങ്. ഹൊറൈസ് പ്ലങ്കറ്റ്. കോർപ്പറേഷൻ ഇൻ ഇന്ത്യ വാസ് ദ റിസൾട്ട് ഓഫ് ദ ഗവൺമെന്റ് പോളിസി. അതും നേരത്തെ പറഞ്ഞിട്ട് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. ഫൈൻഡ് റൈഫേസ് എന്ന് പറഞ്ഞത് പറഞ്ഞു ആരാണ്? പറയൂ. ഫെഡറിക് നിക്കോൾസൺ. റിപ്പോർട്ട് കൊടുത്തത് 1895. മദ്രാസ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തത് 1892. എന്നിട്ട് 95 റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിലാണ് പറഞ്ഞത് ഫൈൻഡ് റൈഫേസൺ. As for me, I am a cooperator, but in the economic structure of India, cooperation is not even a free choice. It is necessary. ഇത് പറഞ്ഞ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. കോപ്പറേറ്റർ. ഞാനൊരു കോപ്പറേറ്ററാണ്, സഹകാരിയാണ്. ഇത് ഇന്ത്യയിൽ വളരെ ശക്തിപ്പെടുത്തണം എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞാണ് ഇറ്റ് ഈസ് നെസസറി. ജവഹർലാൽ നെഹ്റു.
ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. എപ്പോഴും ചോദിക്കുന്നതാണ്, ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. പറയൂ, ആരാണ് പറഞ്ഞത്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അതിന്റെ ചെയർമാൻ ആരാണ്? എച്ച് കാൽവേർട്ട് അല്ലേ? അതിന്റെ നിർദ്ദേശ ശുപാർശകളെല്ലാം നോക്കുക, യൂട്യൂബിലുണ്ട്. സാറിന് ഇതിലെ നമ്മളെ കമ്മീഷൻ ആൻഡ് കമ്മിറ്റീസ്, അതിനെല്ലാം ചോദ്യങ്ങൾ ഉണ്ടാവും, എല്ലാം കേൾക്കുക. ഇനി കൃത്യമായിട്ട് നോക്കുക. പരീക്ഷയുടെ തലേന്ന് ഉറക്കൊയ്യാതെ പഠിക്കുക, ഉറക്കൊയ്യണ്ട. അതിനു മുമ്പേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക അല്ലേ? ഇഫ് കോർപ്പറേഷൻ ഫെയിൽസ് ദർ വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. Cooperation is the product of the economic and social conditions created by Industrial Revolution. ആര് പറഞ്ഞാണ്? അത് ചോദിച്ചിട്ടുണ്ട്, ബോർഡ് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. CRFI പറഞ്ഞാണ്. കാരണം എന്തിന്റെ പ്രൊഡക്റ്റ് ആണ്? വ്യവസായ വിപ്ലവത്തിന്റെ തിന്മയുടെ പ്രൊഡക്റ്റ് ആണ്. CRFI ആണ് പറഞ്ഞത്. കോർപ്പറേഷൻ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് 17-ാം നൂറ്റാണ്ടിലാണ്, ശക്തി പ്രാപിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്, പിന്നെ 18-19-ാം നൂറ്റാണ്ടിലാണ്. ഇപ്പോഴേതാം നൂറ്റാണ്ട്? 21-ാം നൂറ്റാണ്ട് അല്ലേ? ഓർമ്മിക്കാം. Cooperation is a crime where there is no mutual respect and confidence. അല്ലേ? സഹകരണം ഒരു കുറ്റമാണ്. അവിടെ പരസ്പര ബഹുമാനവും വിശ്വാസവും ഇല്ലെങ്കിൽ അതൊരു കുറ്റമായി മാറും. അത് പറഞ്ഞതാരാണ്? മഹാത്മാഗാന്ധിയാണ്. Cooperation is something more than a system. Morality applied to business. ഇത് പറഞ്ഞത് ഇവിടെ ഈ ഭാഗം പറഞ്ഞത് മാൽക്കോം ഡാർലിംഗ് ആണ്. കോർപ്പറേഷൻ ഈസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം, മൊറാലിറ്റി അപ്ലൈഡ് ടു ബിസിനസ് അല്ലെ? ധാർമ്മികത ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് സഹകരണം. ആ മൊറാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പറഞ്ഞത് വാല്യൂസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രിൻസിപ്പിൾസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് പറഞ്ഞത് മാൽക്കോം ഡാർലിംഗ് ആണ്. വൺ വില്ലേജ് വൺ സൊസൈറ്റി, അതും മാൽക്കോം ഡാർലിംഗ് ആണ് പറഞ്ഞത്, ചോദിച്ചിട്ടുണ്ട്. വൺ വില്ലേജ് വൺ സൊസൈറ്റി. Cooperation is a voluntary association in a joint undertaking for mutual benefit. ഹോളിയോക്ക് പറഞ്ഞാണ്, അതിന്റെ നിർവചനമാണ് ഹോളിയോക്ക്. Cooperatives are a reminder to the international community that it is possible to pursue both economic viability and social responsibilities. ഇത് പറഞ്ഞത് ബാൻ കി മൂൺ ആണ്, ഫോർമർ സെക്രട്ടറി ജനറൽ ഓഫ് UN ആണ്. ഇപ്പൊ നിങ്ങൾ ഓർമ്മിക്കുക, കൊറോണ എല്ലാം വരുന്ന കാലഘട്ടത്തിൽ ആ സെക്രട്ടറി ജനറൽ UN, ഫോർമർ സെക്രട്ടറി ജനറൽ ഐക്യരാഷ്ട്ര സംഘടന ശരിക്കും നോക്കി വെക്കണം. UN സെക്രട്ടറി ജനറൽമാർ എത്രാമത്താണ്, അതിൽ നിന്നെല്ലാം ചോദ്യം ചോദിക്കും. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ഇവിടെ പറയുന്നത് മുൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന ബാൻ കി മൂൺ ആണ്. കൊട്ടേഷൻ ആണ്. കോർപ്പറേഷൻ ആർ റിമൈൻഡർ ടു ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അല്ലെ? അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള ഒരു ഓർമ്മിപ്പിക്കലാണ്. ദാറ്റ് ഈസ് പോസിബിൾ ടു pursue both. അവർ തുടരേണ്ടത് എന്താണ്? എക്കണോമിക് വയബിലിറ്റി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ? എക്കണോമിക് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക നിലനിൽപ്പ് അല്ലെങ്കിൽ സുസ്ഥിരത, വിജയസാധ്യത. സാമ്പത്തിക വിജയം കൈവരിക്കുന്നതോട് കൂടി അവർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് നിറവേറ്റണം. ഇപ്പം കൊറോണ എല്ലാം വരുമ്പോൾ നമ്മുടെ സഹകരണ പ്രസ്ഥാനം ചെയ്ത കോൺട്രിബ്യൂഷൻ നിങ്ങൾ എത്രമാത്രം ഉണ്ട് അല്ലെ? വെള്ളപ്പൊക്കം വരുമ്പോൾ എത്രമാത്രം കോൺട്രിബ്യൂഷൻ അവർ ചെയ്യുന്നുണ്ട്. അന്നേരം സാമ്പത്തിക സുസ്ഥിരത മാത്രമല്ല അവർ നോക്കേണ്ടത്, എന്തും കൂടി അവർ നോക്കണം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടി നോക്കണം എന്നാണ് ബാൻ കി മൂൺ, ഫോർമർ സെക്രട്ടറി ജനറൽ ഓഫ് UN പറഞ്ഞത്. Capitalism has no conscience. Its ambition is profit. God is gold. ഇത് പറഞ്ഞത് ആരാന്ന് പറഞ്ഞാല് ബെർണാഡ് ഷാ, അവരുടെ കവിതയാണത് അല്ലെ? ക്യാപിറ്റലിസം ഹാസ് നോ കോൺഷ്യൻസ്. ഒരു എന്താ അർത്ഥം? മനസാക്ഷി ഇല്ലാന്നാണ് മുതലാളിത്തം. ഇറ്റ്സ് ആംബിഷൻ ഈസ് പ്രോഫിറ്റ്. അവർ എന്തുമാത്രമേ നോക്കും? ലാഭം മാത്രമേ അവർ നോക്കും. ഗോഡ് ഈസ് ഗോൾഡ്. അന്നേരം ഈ വിപ്ലവങ്ങളും കാര്യങ്ങളെല്ലാം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞാണ് ഇതൊന്നും നിൽക്കൂല, മുതലാളിത്തത്തിനെതിരെ വിപ്ലവങ്ങൾ വരുന്നുണ്ടല്ലോ, റവല്യൂഷൻസ് വരുന്നുണ്ടല്ലോ, ദൈവം സഹായിക്കട്ടെ, ദൈവം പൊന്നാണ് എന്ന് പറഞ്ഞത് ബെർണാഡ് ഷാ ആണ്. അടുത്ത, the registrar should not only be a man of understanding, ability, but also the temperamentally suited for the work of running a popular movement. അത് പറഞ്ഞത് the Committee on Cooperative Administration ആണ്. Committee on Cooperative Administration പറഞ്ഞു registrar should not only be a man of outstanding ability. IAS കാരനല്ലായിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എബിലിറ്റി മാത്രം പോരാ, but also temperamentally suited for the work of running a popular movement. ഒരു ജനകീയ പ്രസ്ഥാനത്തെ
ഈ നയിക്കാനുള്ള ഒരു മികവും കൂടി രജിസ്ട്രാർക്ക് ഉണ്ടാവണം. അത് പറഞ്ഞത് അങ്ങനെയുള്ള ആളെ രജിസ്ട്രാറായിട്ട് പോസ്റ്റ് ചെയ്യാവെന്ന് പറഞ്ഞത് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് അഡ്മിനിസ്ട്രേഷൻ. Cooperation is a form of organization wherein persons voluntarily associate together as human beings on the basis of equality for the promotion of the economic interest of themselves. നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ബികോമിൽ പഠിക്കുമ്പോൾ നിർവചനമാണ് എച്ച് കാൽവേർട്ടിന്റെ. Men become responsible only when responsibility is given and not when it is withheld. പറഞ്ഞത് വർഗീസ് കുര്യനാണ്, ധവള വിപ്ലവത്തിന്റെ ഇന്ത്യയിലെ പിതാവ് അല്ലേ വർഗീസ് കുര്യൻ. Man become responsible only when responsibility is given. അല്ലേ, നമ്മൾ എപ്പോഴാണ് റെസ്പോൺസിബിൾ ആവുക? നമുക്ക് ഉത്തരവാദിത്തം ലഭിക്കുമ്പോൾ മാത്രമാണ്. ആൻഡ് നോട്ട് വെൻ ഇറ്റ് ഈസ് വിത്തോൾഡ്. ഉത്തരവാദിത്തം കൊടുക്കാതിരിക്കാൻ പാടില്ല, ഉത്തരവാദിത്തം കൊടുക്കുക. നിങ്ങൾ സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നമ്മളെ ഒരുപടി ഉത്തരവാദിത്തം, ഞാൻ പ്രഭാത ക്ലാസ് ആ സന്ദേശം തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾ പറയൂ എന്ന് പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഉത്തരവാദിത്തം വരികയാണ്. ആരാണ്? അതുപോലെ നമ്മൾ എക്സാം നടത്തുന്നു, ഉത്തരവാദിത്തം നിങ്ങൾക്ക് തരികയാണ്. ഒരു ദിവസം 5 hours സ്ലീപ്പ് ഫോർ മാൻ, 6 for women and 8 for fools. അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലേ. എല്ലാ ക്ലാസ്സിലും ഞാൻ മോട്ടിവേഷൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആത്മബോധത്തോടു കൂടി ബസ്സിൽ കയറിയാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബസ് കയറി കഴിഞ്ഞാലും നടന്നു പോകുമ്പോൾ എല്ലാം ജനങ്ങൾ നിങ്ങൾ അംഗീകരിക്കും, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലേ. ആ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത ബോധം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ആ മേഖലയിലേക്ക് സക്സസിലേക്ക് എത്തും. അതുകൊണ്ട് മാൻ ബിക്കം റെസ്പോൺസിബിൾ. നിങ്ങൾ എപ്പോഴേ റെസ്പോൺസിബിൾ ആവും? ഓൺലി വെൻ റെസ്പോൺസിബിലിറ്റി ഈസ് ഗിവൺ ആൻഡ് നോട്ട് വെൻ ഇറ്റ് ഈസ് വിത്തോൾഡ് അല്ലേ. അത് നിങ്ങൾക്ക് തരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ക്ലാസ്സിന്റെ പാറ്റേൺസ് എല്ലാം റെഗുലർ ക്ലാസ്സും നമ്മളെ ഈവനിങ് ഓൺലൈനിലെല്ലാം നമ്മൾ ഈ പാറ്റേൺ ഉപയോഗിക്കും. നിങ്ങൾക്ക് ഉത്തരവാദിത്വം തരികയാണ് കൂടുതലും അല്ലേ. ക്ലാസ്സിൽ റെഗുലർ ക്ലാസ്സെല്ലാം വരുമ്പോൾ രജിസ്ട്രേഷൻ നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ട് ഒന്ന് അവതരിപ്പിക്കും എന്ന് പറയാം. പിന്നീട് നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്നും കൂടി അവതരിപ്പിക്കും. എന്നാൽ എല്ലാ സെക്ഷനും റൂൾസും കാര്യങ്ങളും മുഴുവൻ വരും. നിങ്ങൾ തന്നെ അതിൽ ഇൻവോൾവ് ആവുക. ഇപ്പം നമുക്ക് പറ്റും, ഇപ്പോഴത്തെ ബാച്ചിൽ 30-35 കുട്ടികളെ പറ്റും, അതുകൊണ്ട് പറ്റും. മറ്റതിൽ 80 കുട്ടികളെല്ലാം വരുമ്പോൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല. അന്നേരം കൊറോണ ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും നിങ്ങൾക്ക്. ഓക്കെ, ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇത് പറഞ്ഞത്. കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് എ പ്ലാന്റ് ഹെൽഡ് ഇൻ പൊസിഷൻ വിത്ത് ബോത്ത് ഹാൻഡ്സ് by government since its root refuses to enter in the Indian soil. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കൊട്ടേഷൻ ആണ്. കോപ്പറേഷൻ ഇൻ ഇന്ത്യ ഈസ് എ പ്ലാന്റ് ഇന്ത്യ held in പൊസിഷൻ വിത്ത് ദ ബോത്ത് ഹാൻഡ്സ് അല്ലെ. അവര് ഗവൺമെന്റ് 2 കൈകളിലെ ഉള്ളില് നിലനിർത്തിയിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോപ്പറേഷൻ. സിൻസ് ഇറ്റ്സ് റൂട്ട്സ് റെഫ്യൂസസ് ടു എൻ്റർ ഇൻ ദി ഇന്ത്യൻ സോയിൽ. അതുകൊണ്ട് ഗവൺമെന്റ് കയ്യിൽ നിശ്ചിതമായിട്ട് ഗവൺമെന്റ് കയ്യിൽ നിന്ന് വിടാതെ സാധനത്തെ ഗവൺമെന്റ് കയ്യിൽ ഒതുക്കി പിടിച്ചതിനാൽ ഇതിന്റെ വേര് മണ്ണിലേക്ക് ഇറങ്ങുന്നില്ല. ഇത് പറഞ്ഞതാരാണ്? അത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടാണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സർവേ ഗോർവാല കമ്മിറ്റി റിപ്പോർട്ട്. അതൊരു പ്ലാന്റ് ആണ്. ഇന്ത്യയാണ് പറയുന്നത്. ഇന്ത്യയിൽ അതൊരു പ്ലാന്റ് ആണ്. അത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്പോൺസേർഡ് ആണ് അല്ലെ. ഇന്ത്യയിൽ ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ഇത് വരുന്നത്. പിന്നീട് 19 അത് കുറച്ചുകൂടി സ്റ്റേറ്റിലേക്ക് വരുന്നത്, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആക്കി മാറ്റുന്നത് അല്ലേ. പിന്നെ ഇപ്പോൾ സാധാരണ ഏത് ഷെഡ്യൂളിലുള്ളത്? ഇപ്പോഴും സാധാരണ എപ്പോഴും ചോദിക്കും 7ാം പട്ടികയിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റിലെ ഉൾപ്പെടുന്ന 7ാം പട്ടികയിലാണ് ചോദിക്കുക, 7ാം പട്ടിക. അന്നേരം അത് പിന്നീടാണ് നമുക്ക് കുറേയും കൂടി ഫ്രീ ആയിട്ട് വരുന്നത്. പക്ഷെ ഇപ്പം രണ്ടാമത് നമ്മൾ അതിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് അതിന്റെ സ്വാതന്ത്ര്യത്തെ എല്ലാം ഹനിക്കുന്നു. 97ാം ഭരണഘടനാ ഭേദഗതിയിൽ ഒന്നും കൂടി നമ്മൾ ഫ്രീഡം അതിന് കൊടുത്തു. ജനങ്ങൾക്ക് ആ ബോർഡിന് പരമാധികാരം കൊടുത്തു. ഗവൺമെന്റ് അധികാരങ്ങൾ നമ്മൾ എടുത്തു മാറ്റി. പക്ഷെ 97 ചില അപാകത കൊണ്ട് അതും പോയി, ആ നിയമം പോയി അല്ലേ. രണ്ടാമത് ഗവൺമെന്റ് ഇതിനെ പരിപൂർണമായിട്ട് അവരുടെ ഹാൻഡിലേക്ക് കൊണ്ടുവരുമോ? ഇത് ആണ് ഗവൺമെന്റ് ഹാൻഡിൽ ആണെന്ന് പറഞ്ഞതും അതുകൊണ്ട് അതിന്റെ വേര് സമൂഹത്തിലേക്ക് ഇറങ്ങില്ല, മണ്ണിലേക്ക് ഇറങ്ങില്ല എന്ന് പറഞ്ഞത് റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഓക്കെ, മൈ ഔട്ട്ലുക്ക് ഈസ് ടു കൺവെൽസ് India with a cooperative movement, or rather with a cooperation, to make it broad by speaking the basic activities of India. എൻ്റെ കാഴ്ചപ്പാടെന്ന് വെച്ചാൽ മേക്ക് ഇറ്റ് സ്പീക്ക് ദ ബേസിക് ആക്ടിവിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ എല്ലാ ബേസിക് ആക്ടിവിറ്റീസിലും ഡൗൺ റോഡിന്റെ ക്ഷേമത്തിനായിട്ട് കാരണത്തെ പ്രയോജനപ്പെടുത്തുക. ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആർ ദ എസൻസ് ഓഫ് കോപ്പറേഷൻ. അത് പറഞ്ഞതാരാണ് ചോദിച്ചിട്ടുണ്ട്, പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സെൽഫ് ഹെൽപ്പ് ആൻഡ്
ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആർ ദ എസൻസ് ഓഫ് കോപ്പറേഷൻ. DG കാർവേ ആണ്. DG കാർവേ. To be liberated, woman must feel free to be herself, not in rivaling to man, but in context of her own capacity and her responsibility. ഇത് പറഞ്ഞത് ആരാണ്? ഇത് പറഞ്ഞത് ഇന്ദിരാഗാന്ധിയാണ്. ടു ബി ലിബറേറ്റഡ് അല്ലെ, സ്ത്രീ ലിബറേറ്റഡ് ആവണമെങ്കിൽ വുമൺ മസ്റ്റ് ഫീൽ ഫ്രീ. അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഫ്രീഡം ഉണ്ടാവണം. ഞാൻ സ്വതന്ത്രയാണെന്ന്, ഞാൻ പിന്നെ അടിമയാണെന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും ലിബറേറ്റഡ് ആവില്ല. അതിന് അവർ ചെയ്യേണ്ട കാര്യം എന്താണ്? നോട്ട് ഇൻ റൈവൽറിങ് ടു മാൻ. അത് പുരുഷന്മാരായിട്ട് അടികൈയല്ല. ആദ്യം ഞാൻ സ്വതന്ത്രയാണെന്നുള്ള അവബോധം അവരിൽ വളർത്തുക. സ്വതന്ത്രമാവണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള പശ്ചാത്തലം, ഗ്രൗണ്ട് അവരുണ്ടാക്കുക. വിദ്യാഭ്യാസം നേടുക, ജോലി നേടുക, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലൂടെ സ്വയം തൊഴിൽ സംരംഭം തേടുക അല്ലേ. ഇങ്ങനെയുള്ള അവർ തന്നെ അതിലേക്ക് ഉയർന്നു വന്ന് വരിക, അല്ലാതെ പുരുഷന്മാരായിട്ട് അടികയ്യലല്ല. റൈവൽറിങ് ടു മാൻ ബട്ട് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ഹെർ ഓൺ കപ്പാസിറ്റി ആൻഡ് ഹെർ പേഴ്സണാലിറ്റി. അവരുടെ ഉത്തരവാദിത്വം, അവരുടെ പേഴ്സണാലിറ്റി. കുട്ടിയെ വളർത്തണം. കുട്ടിയെ വളർത്താതെ ഞാൻ ജോലിക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടീനെ വീട്ടിലിട്ടയച്ച് പോരുത്. അവരുടെ റെസ്പോൺസിബിലിറ്റി അവർ പാലിക്കണം അല്ലേ. അത് അവരുടെ പേഴ്സണാലിറ്റി അവർ നിലനിർത്തണം. എന്നിട്ട് അവർ സ്വതന്ത്രരാണെന്ന് അവർക്ക് ഒരു അവബോധം ഉണ്ടാവണം. പിന്നെ പുരുഷനുമായിട്ട് സ്ഥിരമായിട്ട് അടികൂടലല്ല വുമൺ ലിബറേഷൻ എന്ന് പറഞ്ഞതാരാണ്? ദാറ്റ് ഈസ് ഇന്ദിരാഗാന്ധിയാണ്. വളരെ നല്ലൊരു കൊട്ടേഷനാണ്. ഓക്കെ, ഇപ്പൊ സാമൂഹിക പശ്ചാത്തലം നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. വെറുതെ നല്ല ആവശ്യത്തിലുണ്ടാവും അല്ലേ. അതുകൊണ്ട് അനാവശ്യമായ അടികൂടലല്ല കാര്യം. അത് അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത്, അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റി അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് അവർ അതിലൂടെ ശക്തി പ്രാപിച്ച് വുമൺ ലിബറേഷനിലേക്ക് എത്തിച്ചേരുക എന്നാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്. അന്നേരം നമ്മുടെ മോട്ടിവേഷനിലെല്ലാം പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ് അല്ലേ. നിങ്ങളും സ്ത്രീകളും ജോലിയിലേക്ക് വരണം അല്ലേ. എവിടെയാ പോകുന്നതിന്? മോളെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ജോലിക്ക് പോവാ അല്ല പഠിക്കാൻ പോവാന്ന് ചോദിച്ചാൽ ആ കുട്ടി ഇപ്പം ബാങ്കിൽ വളരെ കവറ്റഡ് ബാങ്കിൽ ഒരു സ്റ്റാഫായിട്ട് മാറിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അതിലൂടെയാണ്. അന്നേരം ആ ചോദിച്ച ആളോട് അങ്ങോട്ട് കയറക്കലല്ല കാര്യം, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ആ കുട്ടിയോട് തന്നെ പോയിട്ട് എനിക്കൊരു ലോൺ പാസ്സാക്കി തരണം, ഹെൽപ്പ് ചെയ്യണമെന്നും ആ കുട്ടിയോട് അവർ ആവശ്യപ്പെടുന്ന അവസ്ഥ വരിക. അതിലൂടെയാണ് വുമൺ ലിബറേഷൻ വരുന്നത് അല്ലേ. ഓക്കെ, അത് പറഞ്ഞ ഇന്ദിരാഗാന്ധിയാണ്. There can be no successful cooperative without the common needs അല്ലേ. ഒരു കോമൺ നീഡ്സ്, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രമേ സഹകരണത്തിന്റെ സക്സസ് ഉണ്ടാവും. കോപ്പറേറ്റീവ്സ് എച്ച് കാൽവേർട്ട് പറഞ്ഞാണ്. അന്നേരം ഇതിലും കൂടുതൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ അതും കൂടി നോട്ട് ചെയ്യുക. ഈ ഭാഗത്ത് നിന്ന് എപ്പോഴും ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മറ്റു താളുകളിലേക്ക് പോവാം. ബർത്ത് പ്ലേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഓംബുഡ്സ്മാൻ വരുമ്പോൾ ഓംബുഡ്സ്മാൻ എന്ന വാക്ക് വന്നത് സിറ്റിസൺസ് ഡിഫൻഡറിൽ നിന്നാണ്. പിന്നീട് നാഷണൽസ് ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ ഉണ്ട്, സഹകരണത്തിലെ ഓംബുഡ്സ്മാൻ ഉണ്ട്. സഹകരണ ബാങ്കിന്റെ ഓംബുഡ്സ്മാൻ ആരംഭിച്ച് 2010 അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? ഗവൺമെന്റ് ആണ്. കമേഴ്സ്യൽ ബാങ്കിന്റെ ഓംബുഡ്സ്മാനെ അപ്പോയിന്റ് ചെയ്യുന്നത് RBI ആണ്. ആ കാര്യങ്ങളും വർഷങ്ങളെല്ലാം ഓർമ്മിക്കുക. കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ സ്കീം 2010. അത് വരുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 69A ആണ്. അതിൽ സബ്സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 69A സബ്സെക്ഷൻ 1. 69A എന്ന് പറഞ്ഞാലും മതി. അതാണ് കേരള കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ. അതുപോലെ സബ്സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ്. ആദ്യം പറയുന്ന കാര്യം 1 അത് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, കേരള ഫാമേഴ്സ് ഡെറ്റ് റിലീഫ് കമ്മീഷൻ ആക്ട് 2006. എവിടുന്ന ചോദിക്കുന്നത് നമുക്ക് പറഞ്ഞുകൂടാലോ. അത് 2007 നിലവിൽ വന്നത്. കേരള ഫാമേഴ്സ് ഡെറ്റ് റിലീഫ് കമ്മീഷൻ ആക്ട് 2006 അത് നിലവിൽ വന്നത്. 2007 അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് വേവേഴ്സ് ആൻഡ് ഡെറ്റ് റിലീഫ് ആക്ട് വരുന്നത് 2008. കേരള റിസ്ക് ഫണ്ട് സ്കീം വരുന്നതും 2008. ഇനി കുറച്ച് ഭാഗം കൂടി നമുക്ക് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാത ക്ലാസ് അവിടെ നിർത്താം. കുറേ ഉണ്ട് ഇനിയും പറയാൻ. In seeking the good of others we find our own. This statement was made by, നേരത്തെ പറഞ്ഞല്ലേ, പറയൂ, റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തരികയാണ്, പറയൂ. എന്താർത്ഥം? പ്ലാറ്റോ ആണ്. റോബർട്ട് ഓവൻ ഓഫ് ഇംഗ്ലണ്ട് ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ഡാഷ്, പറയൂ, ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ
ദി വേൾഡ്, ഇന്ത്യയല്ല, ഇൻ ദി വേൾഡ് അല്ലെ ഇൻ ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ദ ഫ്രേസ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് വാസ് കോയിൻഡ് ബൈ, ആരാണിത് പറഞ്ഞത്? ഇപ്പം പറഞ്ഞതാണ്, റൈഫൈസൺ ആണ്. ഇനി മറ്റൊരു ചോദ്യം അതിൽ ചോദിക്കാം, റൈഫൈസന്റെ സംഘം ഏത് പാറ്റേണിലാണ്? ലിമിറ്റഡ്, ഇസ് ഇറ്റ് ലിമിറ്റഡ് ഓർ അൺലിമിറ്റഡ്? റൈഫൈസൺ സംഘം, റൈഫൈസൺ സംഘം പറയൂ. അൺലിമിറ്റഡ് ആണ്. ഷുൾസ് സംഘം ലിമിറ്റഡ് ആണ്. കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഡെൻമാർക്ക് ഇസ് എ പയനിയർ കൺട്രി ഇൻ ദ ഫീൽഡ് ഓഫ് ഡാഷ്. ഏതാണ് പയനിയർ എന്ന് പറഞ്ഞാൽ? ആദ്യകാല രാജ്യം, ആദ്യകാല വക്താക്കൾ, അതിനാണ് പയനിയർ എന്ന് പറയാം. പയനിയർ ഇംഗ്ലീഷിലും ചോദിക്കും, പയനിയർ ആദ്യകാല വക്താക്കൾ. അതില് ദി ഡയറി കോപ്പറേറ്റീവ്സ് ആണ്. അതുകൊണ്ടാണ് ഡെൻമാർക്കിനെ ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഹൊറേസ് പ്ലങ്കറ്റ് ഈസ് ദി ഡാഷ് ഫാദർ ഓഫ് ഐറിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് അല്ലേ? അയർലൻഡിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവാണ്. ദ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആൻഡ് ദ ഫസ്റ്റ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സ്റ്റോർ ഈസ്. ഇപ്പൊ ഞാൻ പറയുന്ന ഈ 5 മിനിറ്റ് കൊണ്ട് പറയുന്ന ഭാഗത്ത് നിന്ന് 3 ചോദ്യം വരും. എല്ലാ പ്രാവശ്യം നമ്മൾ ബുക്ക് എടുത്തിട്ട് പരീക്ഷ നടത്തിയാൽ ഞാൻ ഇത് നോക്കലുണ്ട്. സ്റ്റോറീസ് റോച്ച്ഡെയിൽ ഇക്വിറ്റബിൾ പയനിയർ സൊസൈറ്റി ആണ് അല്ലേ? ഫൗണ്ടഡ് ഇൻ ഏതാണ്? 1844. ബർത്ത് പ്ലേസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് ഇൻ ദി വേൾഡ് എവിടെയാണ്? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റിന്റെ ബർത്ത് പ്ലേസ് ജർമ്മനിയാണ്. ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ദി വേൾഡ് എവിടെയാണ്? പറയൂ. ജർമ്മനി. ലൂർ ബ്രാൻഡ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ് ഡയറീസ്. എവിടുത്തെ ഡയറിയിൽ നിന്നുള്ള പ്രൊഡ്യൂസിന്റെ പേരാണ് ലൂർ ബ്രാൻഡ്. ക്വാളിറ്റി കൺട്രോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. എവിടെയാണ് വരുന്നത്? ലൂർ ബ്രാൻഡ് ബട്ടറിലാണ്. ബട്ടറിന്റെ ഒരു ബ്രാൻഡാണ്, ബ്രാൻഡ് നെയിമാണ്. ആ ഡയറി പ്രൊഡക്ട്സിന്റെ ബ്രാൻഡ് നെയിമാണ്. അത് ഏറ്റവും ലീഡ് ചെയ്യുന്നത് ബട്ടറാണ്, ലൂർ ബ്രാൻഡ്. ഏതിലാണ്? ഡെൻമാർക്ക് അല്ലേ? ഡെൻമാർക്കിന്റെ. അമൂൽ ഈസ് ദ ട്രേഡ് നെയിം ഓഫ് ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എവിടെയാണ്? ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എവിടെയാണ്? അമൂൽ ഗുജറാത്തിലാണ്. ഫാദർ ആൻഡ് ഫൗണ്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ചൈന ചോദിച്ചിട്ടുണ്ട്. എല്ലാം ചോദിച്ച ചോദ്യമാണിത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ചൈന ആരാണ്? ഡോക്ടർ സൺ യറ്റ് സൺ. ബർത്ത് പ്ലേസ് ഓഫ് ദ കോപ്പറേറ്റീവ് കൺസ്യൂമർ മൂവ്മെന്റ് എവിടെയാണ്? രാജ്യം ഇംഗ്ലണ്ട്, പറഞ്ഞതല്ലേ. ഡെൻമാർക്ക് ഈസ് കോൾഡ് ഡാഷ്, പറഞ്ഞു തന്നെയാണ്, ഡയറി ഫാം ഓഫ് യൂറോപ്പ്. The first central cooperative bank in India was started in Jabalpur district of the former എവിടെയാണ്? ജബൽപൂർ. ആദ്യ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ജബൽപൂരിലാണ് വരുന്നത്. ഇൻ ദി ഫോമർ സെൻട്രൽ പ്രോവിൻസിലാണ്. ബ്രിട്ടീഷ് പീരീഡിൽ ജബൽപൂരിലാണ് ആദ്യത്തെ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഇൻ ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, എപ്പോഴും ചോദിക്കുന്നതാണ്, PSCയുടെയും നമ്മളെ ബോർഡിന്റെയും ഫേവറേറ്റ് ആണ്, സിമ്പിൾ ആണ്. ഏതാണ്? ജാങ് ഇൻ പഞ്ചാബ് ഇൻ ഏതാ വർഷം? ജാങ് ഇൻ പഞ്ചാബിലെ ജാങ്ങിൽ ഇൻ 1920. ലാൻഡ് മോർഗേജ് ബാങ്ക് ആദ്യം വന്നത് പഞ്ചാബിലെ ജാങ്ങിലാണ്, 1920. ഡോക്ടർ വില്യംകിങ് സ്റ്റാർട്ടഡ് ദ ജേണൽ. വില്യംകിങ് ഏതാണ്? ജേണലിന്റെ പേര് പറയൂ. കോപ്പറേറ്റർ ആണ്. എന്താണ് അതിന്റെ പെക്യുലാരിറ്റി? ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ജേണൽ ഇൻ ഇന്ത്യ അല്ലെ? ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ജേണലാണ് അത്. പിന്നെ 2 വർഷം നിന്നിട്ടുള്ളൂ. അതിന്റെ ഇയർസ് എല്ലാം നോക്കുക. അത് ഡോക്ടർ വില്യംകിങ് ആണ്. അത് ബോർഡ് എക്സാമിന് ചോദിച്ചാണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. 2-3 ബോർഡ് എക്സാമിന് ഈ ചോദ്യം ചോദിച്ചു. ഡോക്ടർ വില്യംകിങ് കോപ്പറേറ്റർ ആണ്, കോപ്പറേറ്റർ. പിന്നീട് അത് നിന്നുപോയി. 28 ആരംഭിച്ചു, 30 നിൽക്കുകയാണ്. പിന്നീട് അത് അത് നിന്നതുകൊണ്ട് പിന്നീട് ഇന്ത്യയിൽ NCU ആയി. അവരുടെ പ്രസിദ്ധീകരണത്തിന് ഏകദേശം ഇതേ പേരിട്ടു, പക്ഷെ അതേ പേരിടാൻ പറ്റില്ല. അതുകൊണ്ട് NCUയുടെ പ്രസിദ്ധീകരണത്തിന്റെ പേര് ദി കോപ്പറേറ്റർ. ആദ്യത്തെ ആർട്ടിക്കിൾ അവിടെ ചേർത്ത് കൊടുത്തു, ദ കോപ്പറേറ്റർ. ഓക്കെ. എന്നാൽ കോപ്പറേറ്റർ ആരുടെ പ്രസിദ്ധീകരണമാണ്? ഡോക്ടർ വില്യംകിങ്. ദി കോപ്പറേറ്റർ ആരുടെ പ്രസിദ്ധീകരണമാണ്? അത് നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ പ്രസിദ്ധീകരണമാണ്. എപ്പോഴും ചോദിക്കുന്നതാണ്. ICA ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് സ്റ്റാർട്ടഡ് ഇൻ ഏത് വർഷമാണ്? 1895 അല്ലെ? ഇതും ബോർഡ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. വർഷം ഓർമ്മിക്കാൻ ഞാൻ എപ്പോഴും ക്ലാസ്സിലും പലപ്പോഴും പറയാനാണ്. 1885 AFM കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
കോൺഗ്രസ്. അതായത് നമ്മുടെ ചെറുപ്പത്തിൽ പഠിക്കുന്നതാണ് നമുക്ക് തറവാണ് 1985 അല്ലേ. അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് 1995 ICA എന്തുണ്ടാക്കുന്നത്, ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ഉണ്ടാക്കുന്നത്. സജസ്റ്റഡ് ബൈ ആരുടെ ശുപാർശ പ്രകാരമാണ്? ലണ്ടൻ കോൺഗ്രസ് ആണ് ICA വരണം എന്ന് പറഞ്ഞ് ലണ്ടൻ കോൺഗ്രസ് ആണ്. 1995 ബോർഡ് എക്സാം എപ്പോഴും ചോദിക്കുന്നതാണ്. ഇറ്റ്സ് ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റഡ് ടു ജനീവ ജനീവയിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തപ്പോഴാണ് ലണ്ടനിൽ നിന്നും ജനീവയിലേക്ക് 1982. ജനീവ എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ് അല്ലേ. സ്വിറ്റ്സർലാൻഡ് ജനീവ. പ്രസന്റ് ഹെഡ് ക്വാർട്ടർ ഈസ് ഇൻ ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസിലാണ്. അത് ഓർമ്മിക്കുക. ICA ഡിസൈൻഡ് ദ കോപ്പറേറ്റീവ് ഫ്ലാഗ്. ഏതാ വർഷം? 1921. കോപ്പറേറ്റീവ് ഫ്ലാഗ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1923. ICA accepted cooperative principles at first in 1937. ആദ്യം ഇത് പ്രിൻസിപ്പിൾ ICA അപ്രൂവ് ചെയ്ത് 1937. അന്നേരം അവിടെ നിന്ന് ചോദിക്കുന്നത് ICA എത്ര എവല്യൂഷനിലൂടെയാണ് ഇപ്പോഴത്തെ തത്വത്തിലേക്ക് എത്തിയത്? 1937, 1966, 1995. 3 സ്റ്റേജസ് ആണ്. മൊത്തം കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിന്റെ സ്റ്റേജസ് 4 വരുന്നുണ്ട്. റോച്ച്ഡെയിൽ 1944 ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്, 8 തത്വം. ആ തത്വത്തെ ഒന്ന് റിഫോം ചെയ്തിട്ടാണ് 1937 തത്വം വരുന്നത്. പിന്നീട് 1966 കാർവേ തത്വം വരും. പിന്നെ 1995 നമ്മുടെ ഇപ്പോഴത്തെ തത്വം വരുന്നു. ആ തത്വത്തിന്റെ 7 പ്രിൻസിപ്പിള്, ആദ്യത്തേത് മധ്യത്തിലേത് ഏതെല്ലാണെന്നെല്ലാം ചോദിക്കും. ഓക്കെ. DG കാർവേ കമ്മിറ്റി ഫോർ റീഫോർമുലേറ്റഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഇൻ ഏത് വർഷമാണ്? 1966. അദ്ദേഹം ആഡ് ചെയ്ത് കൊടുത്ത പ്രിൻസിപ്പിള് കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. ദ ഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് വേർ ആക്സെപ്റ്റഡ് ബൈ ICA ഏത് 1966. 1966 ആക്സെപ്റ്റ് ചെയ്തത്, ആ പ്രിൻസിപ്പിൾ ആക്സെപ്റ്റ് ചെയ്തത് ഏത് കോൺഗ്രസ് ആണ്? 66. ഇന്ത്യക്കാരനായ DG കാർവേയുടെ പ്രിൻസിപ്പിൾ അംഗീകരിച്ചത് വിയന്ന കോൺഗ്രസ് ആണ്. ഹെഡ് ക്വാർട്ടർ ഓഫ് ദ ICA വാസ് ഷിഫ്റ്റഡ് ടു ജനീവ ഇൻ പറഞ്ഞിട്ടുണ്ട് 1982. 1982 ആണ്. ദ മദ്രാസ് ഗവൺമെന്റ് ഇപ്പോഴത് ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലാണ്. അത് ഓർമ്മിക്കാം. മദ്രാസ് ഗവൺമെന്റ് സെറ്റ് അപ്പ് ഫെഡറിക് നിക്കോൾസൺ ഇൻ 1892 to Europe to study and report on cooperation, and he submitted his report. നേരത്തെ പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞു. ഏതാണ് വർഷം? 1895 Frederick Nicholson is considered to be the father of cooperative movement in India. National Federation of Industrial Cooperatives was established in 1966. Cooperative Credit Association of Japan was called. ജപ്പാനിലെ സാറിന് പ്രസ്ഥാനം. ഇതെല്ലാം റോബിൻ സാർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല ഒരുപാട് ചോദ്യമുണ്ട്. എല്ലാം ഒന്നും കൂടി പഠിക്കുക, റിവൈസ് ചെയ്യാം. The Cooperative Credit Association of Japan is called KOH. Germany is the birthplace of land mortgage banks. Charles Fourier in 1829 published the book, Fourier's book, The New Industrial and Social World. Charles Fourier. The first cooperative marketing society in India was at Hubli in 1915. Marketing society ഹുബ്ലിയിലാണ് 1915. The Agricultural Debt Relief Act 1989-90 provided for the waiving of loans up to എത്ര വരെ? 1989-90 അഗ്രികൾച്ചർ ഡെറ്റ് റിലീഫിൽ എത്ര വരെയുള്ള കർഷക കടം എഴുതി തള്ളി, വേവ് ചെയ്ത് കൊടുത്തു, വിട്ടുകൊടുത്തു? ലോൺസ് അപ് ടു 10,000 ആണ്. ദി എപെക്സ് ലെവൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? പറയൂ. വാംനികോം. അതിന്റെ എക്സ്പാൻഷൻ പറയൂ. അറിയാലോ. സെറ്റപ്പ് ഇൻ ഏതാണ് വർഷം? 1967. എവിടെയാണ്? പൂനെയിലാണ്. കോപ്പറേറ്റീവ് ഡേ ആൻഡ് കോപ്പറേറ്റീവ് വീക്സ് എന്താണ്? കോപ്പറേറ്റീവ് വീക്ക് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് ഇനിയും പറയുന്നില്ല. കോപ്പറേറ്റീവ് ഡേ ഏതാണ് വരുന്നത്? ഫസ്റ്റ് സാറ്റർഡേ ഓഫ് ജൂലൈ. കോപ്പറേറ്റീവ് ഡേ കൊണ്ടാടുന്നത് ICAയുടെയും ഇപ്പോൾ UNOന്റെയും പിന്നെ നിർദ്ദേശപ്രകാരമാണ്, സജഷൻസ് ആണ്. ICAയുടെ നിർദ്ദേശപ്രകാരമാണ് കോപ്പറേറ്റീവ് ഡേ കൊണ്ടാടുന്നത്. മറ്റേതോ കോപ്പറേറ്റീവ് വീക്ക് കൊണ്ടാടുന്നത് ഇന്ത്യയിലാണ് NCAയുടെ നേതൃത്വത്തിൽ. സംസ്ഥാനത്തിൽ അത്
സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ നേതൃത്വത്തിൽ. അടുത്ത് ഓപ്പറേഷൻ ഫ്ലഡ് 1 എന്നല്ല പറഞ്ഞിട്ടുണ്ട്, ഫ്ലഡ് 2 പറഞ്ഞിട്ടുണ്ട്. 2ലാണ് നമ്മളെ മിൽമ വരുന്നത്. ഫ്ലഡ് 3യും പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ വരുമ്പോൾ നോക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് അല്ല പ്രിൻസിപ്പിൾ അറിയാലോ, അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടി നോക്കാം. അതിന്റെ ഡെവലപ്മെന്റ്സ് നോക്കാം. പിന്നെ റോച്ചഡേൽ പ്രിൻസിപ്പിൾ വരുന്നത് 1844, ICA പ്രിൻസിപ്പിൾ വരുന്നത് 1937, ICA കാർവേ പ്രിൻസിപ്പിൾ വരുന്നത് 1966, ICA മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിൾ വരുന്നത് 1995 അല്ലേ. അതിന്റെ പേരിലുള്ള വ്യത്യാസങ്ങള് ആ കാര്യങ്ങളെല്ലാം നോക്കാം. അത് കോഡായിട്ട് ഓർമ്മിക്കുക. ഒഡോമേക്ക് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, മെമ്പർ കൺട്രോൾ, മെമ്പേഴ്സ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, അവസാനമായിട്ട് വന്നത് കൺസേൺ ഫോർ കമ്മ്യൂണിറ്റീസ്. അതുപോലെ തന്നെ ഒറ്റൊരു കാര്യം കൂടി പറയാൻ നേരം ആ താള് വരെ എത്തല്ല, അടുത്ത ദിവസം പറയാം. 5 ഇയർ പ്ലാൻസ് വരുമ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നത് നെഹ്റുവാണ്. എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? റഷ്യയിൽ നിന്നാണ്. ആ 5 ഇയർ പ്ലാന് ആരംഭിക്കുന്നത്, ഫസ്റ്റ് 5 ഇയർ പ്ലാന് 1/4/1951 മുതൽ 31/3/1956 വരെയാണ്. പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? അഗ്രികൾച്ചറിനാണ്. അത് ഫോളോ ചെയ്ത മോഡൽ എന്താണ്? ഹരോൾഡ് ഡോമർ മോഡലാണ്. എപ്പം ചോദിക്കും മോഡല്. ഹരോൾഡ് ഡോമർ മോഡലാണ് ഫസ്റ്റ് പ്ലാൻ. സെക്കൻഡ് പ്ലാൻ പീരീഡ് 1956-61 ഹെവി ഇൻഡസ്ട്രീസിനാണ് പ്രാധാന്യം കൊടുത്തത്. അത് അതിന്റെ മോഡൽ മഹലനോബിസ് മോഡലാണ്. സെക്കൻഡ് പ്ലാന് മഹലനോബിസ് മോഡൽ, ഒന്നാം പ്ലാന് ഹരോൾഡ് ഡോമർ മോഡൽ. ചോദിക്കാറുണ്ട്, ഓർമ്മിക്കുക. ഒന്നാം പ്ലാന് പ്രാധാന്യം കൊടുത്തത് അഗ്രികൾച്ചറിനാണ്. അത് അന്നേരമാണ് കുറെ ഡാംസ് എല്ലാം വരുന്നത് കൃഷിക്ക്. രണ്ടാം ഇതിന് പ്രാധാന്യം കൊടുത്തത് ഹെവി ഇൻഡസ്ട്രീസിനാണ്. പിന്നെ 3 വന്നു പീരീഡ് നിങ്ങൾ നോക്കുക. 4, 5, 6, 7, പിന്നെ 8, 9, 10, 11, 12. 12ാം പ്ലാനിന്റെ പീരീഡ് ചോദിക്കും. 12ാം പ്ലാനിന്റെ പീരീഡ് അതിന്റെ 2012-17 ആയിരുന്നു അതിന്റെ പീരീഡ്. 2012-17. അതിന്റെ ലക്ഷ്യം സമഗ്ര വികസനം, സുസ്ഥിര വികസനം, എല്ലാവരുടെയും ഉൾക്കൊള്ളുന്ന വികസനം, ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ആണ് അതിന്റെ മോട്ടോ. ഇതിന്റെ ഇടയിൽ നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ 2015 അല്ലെ, 12 മുതൽ 17 വരെയല്ലേ, ഈ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് അതിന് പകരം നീതി ആയോഗ് വരികയാണ്. അങ്ങനെ പ്ലാൻ അവിടെ അവസാനിച്ചു. പിന്നീട് നീതി ആയോഗിന്റെ നേതൃത്വത്തിലുള്ള അതിന്റെ മറ്റ് വർക്കാണ് നടത്തുന്നത്. കേരളത്തിൽ നമ്മളത് പ്ലാനിംഗ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എപ്പം പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരായിരിക്കും? പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ, 5 ഇയർ പദ്ധതിയുടെ പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ വരുന്നത് നീതി ആയോഗിന്റെ ചെയർമാനും പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. എന്നാൽ ഇത്രയും കാര്യങ്ങൾ നോക്കുക, നന്നായിട്ട് നോക്കുക, ആത്മവിശ്വാസത്തോടെ നോക്കുക. റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്കാണ്, നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നുണ്ട്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ധാരാളം കുട്ടികൾ ബാങ്കിലേക്ക് മറ്റേ ഡിപ്പാർട്ട്മെന്റിലേക്കെല്ലാം കയറുന്നു. എന്നാലും നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുന്നുണ്ട്. നിങ്ങളെ ഉത്തരവാദിത്വം നിറവേറ്റുക. അതിനെന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് അല്ലേ. ഇന്നലെ ബുദ്ധന്റെ വാക്ക് പറഞ്ഞ പോലെ അല്ലേ, ദി പീസ്ഫുൾ ആൻഡ് പേഷ്യൻസ് ഈസ് ദ കീ ടു സക്സസ്. ശാന്തിയും ക്ഷമയുമാണ് വിജയത്തിന്റെ കീ, മുഖമുദ്ര അല്ലേ, അതിന്റെ കീ. അത് ജസ്റ്റ് ലൈക്ക് എങ്ങനെയാണ് നോളജ് ഏതാണെങ്കിലും നമ്മൾ അക്വയർ ത്രൂ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ബൈ ഫില്ലിംഗ് ഓഫ് എ ജഗ് അല്ലെ. ഒരു ജഗ്ഗിൽ വെള്ളം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എങ്ങനെ നിറയുന്നു, അത് വളരെ ശാന്തിയോടുകൂടിയും സമാധാനമായും ക്രമമായിട്ടും അതങ്ങനെ പോകണം. അതുപോലെ ആയിരിക്കും പഠിപ്പ്. ശാന്തി നഷ്ടപ്പെടുത്തിയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ അതെന്താ അർത്ഥം? ഇറിറ്റേറ്റഡ് ആവും, ആകപ്പാട് അപ്സെറ്റ് ആവും. അതിനൊന്നും കാര്യമില്ല. കൂളായിട്ട് പഠിക്കുക, കൂളായിട്ട് പരീക്ഷ എഴുതുക, കൂളായിട്ട് ബാങ്കിൽ കയറുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.